വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ 9th മാത്സ് സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രാക്ടീസ് പേപ്പറാണ് ചെയ്ത് നോക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രാക്ടീസ് പേപ്പർ 2 ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ സെക്ഷൻ എ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പബ്ലിഷിംഗ് കമ്പനി സ്പെൻസ് rupees 60,000 as a fixed setup cost and rupees 45 for printing each book. If X books are printed, the total printing cost is. എന്താ ക്വസ്റ്റ്യൻ? ഒരു പബ്ലിഷിംഗ് കമ്പനി കുറച്ച് ബുക്സ് പ്രിൻ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ബില്ലാണ് ഇതിൽ പറയണത്. അതായത് 60,000 എന്തായിരിക്കും അവരുടെ ഒരു ഫിക്സ്ഡ് കോസ്റ്റാണ്. പിന്നെ എത്ര ബുക്സ് ആണോ പ്രിൻ്റ് ചെയ്യുന്നത് ഓരോ ബുക്കിനും 45 റുപ്പീസ് വെച്ചിട്ട് വേറെയും എന്തുണ്ട്, കോസ്റ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ പ്രിൻറ്റിങ് കോസ്റ്റ് അപ്പോൾ എത്രയായിരിക്കും? നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ ദ ഫോം എന്താ, y = ax + b അല്ലേ. ഇതിലെ b എന്തായിട്ട് വരും? ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാനായിട്ട് എപ്പോഴും എന്താ ഓർക്കണം, ഈ b എന്ന് പറയണത് എന്തായിരിക്കും? ഫിക്സ്ഡ് ചാർജ് ആയിരിക്കും. ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് അറിയാം നമുക്ക്, നമ്പർ ഓഫ് ബുക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇഫ് എക്സ് ബുക്സ് ആർ പ്രിൻറ്റഡ്, അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർ ബുക്കിൻ്റെ ചാർജ് അല്ലേ. അതായത് എത്രയാ? ₹45. അതാണ് ഓരോ ബുക്കിനും എക്സ്ട്രാ ആയിട്ട് അവർ വാങ്ങുന്നത്. അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് 45, അതായത് 45x പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ? ഫിക്സ്ഡ് ചാർജ്, ദാറ്റ് ഈസ് 60,000. അപ്പോൾ 45x + 60,000, ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഗ്രാഫ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ പാസസ് ത്രൂ 0, 7, 5, 22. ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ്. ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എപ്പോഴും ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിലെ 2 പോയിൻറ്റ്സ് ആണ് ഇത് 0, 7, 5, 22. അതായത് ആ സ്ട്രെയിറ്റ് ലൈൻ ഈ 2 പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ പഠിച്ച ലീനിയർ പോളിനോമിയൽ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y = ax + b. ഇതിലെ എ എന്തായിരിക്കും? എ എന്ന് പറയണതാണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലേ. ബി എന്ന് പറയണത് എന്താണ്? y ഇൻ്റർസെപ്റ്റ്. അതായത് ആ ലൈൻ y ആക്സിസിൽ എവിടെയായിട്ടാണ് കട്ട് ചെയ്യുന്നത്? y ആക്സിസിനെ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ് എന്ത്? y ഇൻ്റർസെപ്റ്റ്. ബി എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്താണ് ബി. മനസ്സിലായല്ലോ? അപ്പോൾ എ എന്ന് പറയണത് സ്ലോപ്പാണ്. അപ്പോൾ ഈ സ്ലോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ പോയിൻറ്റ്സ് ആണ്. അതായത് ഈ 2 പോയിൻറ്റ്സിലെ എക്സും വൈയും നമ്മൾ ഈ ലൈനിൽ കൊടുക്കുക. അപ്പോൾ ഇതാ എക്സ്, ഇത് വൈ, ഇതും എക്സ്, ഇത് വൈ. ആദ്യം നമുക്കിത് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് 0 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താവും? ഇത് വൈ എത്രയാ? 7. അപ്പോൾ 7 = 0 × a or a × 0 + b = എന്താ? b. അതായത് b 0 + b എന്താ? b. ദാറ്റ് ഈസ് b = എന്തെന്ന് കിട്ടി? 7 എന്ന് കിട്ടി. b = 7 കിട്ടി. ആദ്യത്തെ പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് സ്ലോപ്പാണ്, എയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ അതിന് ഇനി നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് എടുക്കാം. രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ എക്സ് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. y 22. അപ്പോൾ 22 = x 5. അപ്പോൾ 5a + b. ഇവിടെ b നമുക്ക് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. എന്താ? 7. അപ്പോൾ ഈ 7 നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ 5a + 7 = 22. അങ്ങനെയാണെങ്കിൽ 5a = എന്തായിരിക്കും? ഈ 7 22ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താവും? -7 = 15. അപ്പോൾ a = എന്തായിരിക്കും? 15/5 = 3 കിട്ടി. അപ്പോൾ a എന്ന് പറയണതാണ് എന്ത്? സ്ലോപ്പ് ഓഫ് ദ ലൈൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ത് കിട്ടി? 3. നെക്സ്റ്റ്, എ മൊബൈൽ കമ്പനി ചാർജസ് എ ഫിക്സ്ഡ് മന്ത്ലി റെൻ്റൽ ഓഫ് ₹199 ആൻഡ് ₹3 per SMS സെൻഡ്. ദ മന്ത്ലി ബിൽ ഫോർ എക്സ് SMS ഈസ്. എന്തായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത ഫസ്റ്റത്തെ ആ പ്രോബ്ലത്തിൻ്റെ പോലെ തന്നെ
y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന ഇക്വേഷനിൽ ബി ആണ് എന്തായിട്ട് എപ്പോഴും എടുക്കേണ്ടത്, ഫിക്സ്ഡ് ചാർജ്. അതിപ്പോൾ ഏത് സ്റ്റോറി പ്രോബ്ലം ആയാലും അതിൽ ആ ഒരു ഫിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്ത്, ബി. ഇനി ചേഞ്ച് ചെയ്യണം, അതായത് ഓരോന്നിനും ഇത്ര റുപ്പീസ് വെച്ചിട്ട് എന്ന് പറയുകയാണെങ്കിൽ അതാണ് എ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 3 ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? ഒരു എസ് എം എസിന് 3 റുപ്പീസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എത്ര എസ് എം എസ് ഉണ്ട്? എക്സ് എസ് എം എസ് ആണെങ്കിൽ ബില്ല് എത്ര വരും? ഈ വൈ എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും എന്ത്, ടോട്ടൽ ബില്ല് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് എന്നൊക്കെ പറയണത് വൈ ആയിരിക്കും. അപ്പോൾ വൈ ആണ് നമുക്ക് കാണേണ്ടത്. വൈ ഈക്വൽ ടു എന്തായിരിക്കും? എ എക്സ് പ്ലസ് ബി. അതെങ്ങനെ എഴുതും? എ എന്ന് പറയണത് 3 ആണ്. അപ്പോൾ 3x പ്ലസ് ബി എന്താ? 199. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റൻറ്റ് ടേം ഓഫ് 13x മൈനസ് 27 ഈസ്. എന്താണ് കോൺസ്റ്റൻറ്റ് ടേം? എന്തായിരിക്കും? വേരിയബിൾ ഒന്നും ഇല്ലാത്ത ടേം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ വേരിയബിൾ ഇല്ലാത്ത ടേം ഏതാ? 27 ആണോ? അല്ല, -27. എപ്പോഴും സൈൻ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. സൈൻ വെക്കാതെ എഴുതരുത്. 27 ഒരിക്കലും -27 ആവില്ല. 27 അങ്ങേയറ്റത്താണെങ്കിൽ -27 ഇങ്ങേയറ്റത്താണ്. അതുകൊണ്ട് ഒരു ലൈനിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ, ഒരു വര വരച്ചില്ലല്ലോ എന്ന് പറഞ്ഞാലും എന്താ ആൻസർ തെറ്റാവും, മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട്. -27 എന്ന് തന്നെ എഴുതണം. കോൺസ്റ്റൻറ്റ് ടേം ഈസ് -27. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ സ്കൂൾ ലൈബ്രറി കണ്ടെയ്ൻസ് 18,000 ബുക്സ്. എവറി ഇയർ 650 ന്യൂ ബുക്സ് ആർ ആഡഡ്. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ആഫ്റ്റർ T ഇയേഴ്സ് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ആദ്യം എത്ര ബുക്ക് ഉണ്ടായിരുന്നു? നമ്മൾ ലീനിയർ പാറ്റേൺ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ലീനിയർ ഗ്രോത്ത്, ലീനിയർ ഡീക്കെ. അപ്പോൾ ഈ കേസിൽ ലീനിയർ ഗ്രോത്ത് ആണ് അല്ലേ? ഓരോ കൊല്ലവും, അതായത് ടൈം നീങ്ങും തോറും ക്വാണ്ടിറ്റി കൂടാണ്, അതായത് ലീനിയർ ഗ്രോത്ത്. അപ്പോൾ ആദ്യം 18,000 ബുക്സ് ഉണ്ടായിരുന്നു, പിന്നെ പെർ ഇയർ 650 വെച്ചിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് വരാ? 18,000 ഇൻറ്റു ടി ആണോ വരാ? അല്ല, ഓൾറെഡി അവിടെ 18,000 ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഇയറിലും എന്ത് 650 വെച്ചിട്ട് ആഡ് ആവാം. അപ്പോൾ 18,000 പ്ലസ് 650 ഇൻറ്റു ടി. ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ്. അതാണ് 18,000 പ്ലസ് 650 ഇൻറ്റു ടി. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 8x മൈനസ് 19 ദെൻ പി ഓഫ് 5 ഈക്വൽ. പി ഓഫ് 5 എങ്ങനെയാണ് ചെയ്യുക? എക്സിന് പകരം ഇവിടെ പി ഓഫ് എക്സ് ആണ് 8x മൈനസ് 19. അപ്പോൾ ഇവിടെ പി ഓഫ് 5 എക്സിന് പകരം ഇവിടെ എന്താക്കുക? 5 കൊടുക്കുക. അപ്പോൾ 8 ഇൻറ്റു 5 മൈനസ് 19, ദാറ്റ് ഈസ് 40 മൈനസ് 19 എത്രയാണ്? 21. ആൻസർ 21, അതായത് ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് റെപ്രസെൻറ്റ്സ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഏതാണ്? ഇപ്പോൾ ഇവിടെ y ഈക്വൽ ടു 9x പ്ലസ് 1, y ഈക്വൽ ടു 9x മൈനസ് 3, y ഈക്വൽ ടു 9x, y ഈക്വൽ ടു 1 മൈനസ് 9 ഈക്വൽ ടു 0 ആണെങ്കിൽ ദ ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ. x പ്ലസ് 0 ആണ്. ഇവിടെ ബി എന്താണ്? 0. അതായത് y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 0. ദാറ്റ് മീൻസ് എന്താ? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഏതാണ്? ഇതാണ്. മനസ്സിലായല്ലോ? ഇനി അതല്ല, ഈ ഇക്വേഷനിൽ ജസ്റ്റ് നിങ്ങൾ എന്തിട്ട് നോക്കിയാൽ മതി? എക്സും വൈയും 0 കിട്ടുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് എന്താ? 0 0. അപ്പോൾ എക്സ് 0 കിട്ടണം, വൈയും 0 കിട്ടണം. ഈ ഒരു ഇക്വേഷനിലും ഈ 3 എക്സിന് 0 കൊടുത്താൽ വൈ 0 കിട്ടോ? ഇല്ല. ഇവിടെ എക്സ് 0 കൊടുത്താൽ വൈ 1 കിട്ടും അല്ലേ? ഇവിടെ എക്സ് 0 കൊടുത്താൽ വൈ -3 കിട്ടും. ഇവിടെ എക്സ് 0 കൊടുത്താൽ വൈ 1 കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? എക്സിന് 0 കൊടുത്താൽ വൈ എന്തായിരിക്കും? വൈ ഈക്വൽ ടു 9 ഇൻറ്റു 0 ഈക്വൽ ടു എന്ത് കിട്ടി? 0. അതായത് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. 8th ക്വസ്റ്റ്യൻ, a water tank initially contains 3,000 liters of water and gains 80 liters every hour. The amount of water after h hours is. എന്താ? 3,000 ലിറ്റേഴ്സ് ഒരു വാട്ടർ ടാങ്കിൽ ഇനീഷ്യലി ഉണ്ടായിരുന്നു. പിന്നെ ഓരോ അവറിലും 80 ലിറ്റേഴ്സ് എന്താണ്? ഗെയിൻ ചെയ്യാണ്. ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? അത് ആഡ് ആവാണ് അതിൽ അല്ലേ?
അപ്പോൾ ഇതെന്താ ലീനിയർ ഗ്രോത്ത് ആണ്. അതായത് 3000ൻ്റെ കൂടെ പെർ അവർ 80 ലിറ്റേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആഫ്റ്റർ എച്ച് അവേഴ്സ് എന്തായിരിക്കും 3000 പ്ലസ് 80 ഇൻറ്റു എച്ച് അല്ലേ. പെർ അവറിൽ 80 ലിറ്റേഴ്സാണ് എവറി അവറിൽ അത് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3000ൻ്റെ കൂടെ ഓരോ അവറിലും 80, അതായത് 80 ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് 3000 പ്ലസ് 80 എച്ച്. 9th ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ നോക്കാം. ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു നെഗറ്റീവ് 4x പ്ലസ് 15 കട്ട്സ് ദ y ആക്സിസ് അറ്റ് 0, 15. റീസൺ ഫോർ എ ലീനിയർ പോളിനോമിയൽ y ഈക്വൽ ടു ax പ്ലസ് b ദ y ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു. ഇൻ്റർസെപ്റ്റ് എന്താണെന്നറിയാലോ. ഇപ്പോൾ b ആണ് y ഇൻ്റർസെപ്റ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പോയിൻ്റ്, അതായത് y ആക്സിസിനെ ഈ ലൈൻ കട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്തായിരിക്കും 0, b ആയിരിക്കും. y ഈക്വൽ ടു നെഗറ്റീവ് 4x പ്ലസ് 15 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്തായിരിക്കും 0, b. ഇവിടെ ബിക്ക് പകരം എന്താ 15, അതായത് 0, 15 ആണ്. അപ്പോൾ അത് അസേർഷനും എന്താണ് റൈറ്റ് ആണ്, റീസണും കറക്റ്റാണ്. അപ്പോൾ അസേർഷൻ്റെ റീസൺ തന്നെയാണ് തന്നിരിക്കുന്നത്. അസേർഷൻ ദ ലൈൻസ് y ഈക്വൽ ടു 6x പ്ലസ് 2 ആൻഡ് 6x മൈനസ് 8 ആർ പാരലൽ. റീസൺ പാരലൽ ലൈൻസ് ഹാവ് ഈക്വൽ സ്ലോപ്സ്. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. y ഈക്വൽ ടു ax പ്ലസ് ബിയിലെ a എന്ന് പറയുന്നതാണ് എന്ത്, സ്ലോപ്പ്. ഇപ്പോൾ a എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷനിൽ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈൻസും എങ്ങനെയായിരിക്കും, പാരലൽ ആയിരിക്കും. ഇനി 3 ഇക്വേഷൻ എന്താ സെയിം എ തന്നെയാണെങ്കിൽ ആ 3 ലൈൻസും എന്തായിരിക്കും, പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് സെയിം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പാരലൽ ലൈൻസ്. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്നും കൂടി അറിയണം. അത് ഈ ഇങ്ങനെ ഒരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ലോപ്പ് എന്താണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ എ ആണ് സ്ലോപ്പ്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ സ്ലോപ്പ് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നത് y ഈക്വൽ ടു 6x പ്ലസ് 2ഉം y ഈക്വൽ ടു 6x മൈനസ് 8ഉം. അപ്പോൾ ഇതാണ് സ്ലോപ്പ്. ഇവിടുത്തെ സ്ലോപ്പ് രണ്ടും എന്താണ്, സെയിം ആണ്. അതിൻ്റെ അർത്ഥം ലൈൻസ് ആർ പാരലൽ ലൈൻസ്. സെക്ഷൻ ബി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയാം.